മെയിൻ ടാർഗറ്റ് ഏത് അത് താഴത്തെ എടുക്കണം എന്നുള്ളതല്ല, അനങ്ങാതെ വെക്കണം എന്നാണ്. അവസാനത്തെ കുടം അത് അടിച്ചു പൊട്ടിക്കാട്ടോ. അടിച്ചു പൊട്ടിക്കാം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അനങ്ങാതെ എടുക്കണം എന്നുള്ളതാണ്. കുടം പൊട്ടുന്നതും ഒരു പ്രശ്നമായിരിക്കും. ഓ വാവ്, അത് കുഴപ്പമില്ല. താഴെ വെച്ച് കഴിഞ്ഞാൽ ഓക്കെയാണ്. താഴത്തെ കുടം സാരമില്ല, കുടം പൊട്ടിയ കുടം അത് കൂട്ടൂല നമ്മള്. അടിച്ചു പൊട്ടിക്കണം വിജയ്. വിജയ് എടുത്തിരിക്കുകയാണ്. ഒന്നാം സമ്മാനം. തുറക്കരുത്. അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് മത്സരത്തിലെ വിജയ് കിട്ടിയിരിക്കുകയാണ്. പേര് വിജയാണെങ്കിലും സ്ഥിരമായി തോറ്റോണ്ടിരിക്കുന്ന വിജയാണ്. പക്ഷെ ഇപ്രാവശ്യം രണ്ടാമത്തെ മത്സരവും വിജയിച്ചിരിക്കുന്നു. രണ്ടാം സ്ഥാനം ജിഷിന് കൊടുക്കാൻ. മൂന്നാം സമ്മാനം മസിൽമാൻ. അങ്ങനെ മാവേലിയുടെ ഗിഫ്റ്റ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. നിറയെ കാശാണ് നടത്തുന്ന. ഒരു ചെറിയ പ്രശ്നം, മാവേലിയുടെ ഗിഫ്റ്റ് അല്ല അത്. മാവേലിക്ക് കിട്ടിയ ഗിഫ്റ്റ് അത് കളഞ്ഞു പോയെന്ന് പറഞ്ഞാല് പുള്ളി കുറെ നേരമായിട്ട് നമ്മുടെ പുറകെ നടക്കണേ. നിങ്ങൾ ഇതൊന്നും തുറന്നു നോക്കരുത്. ശരിയാ, പാതാളത്തേക്ക് തിരിച്ചു പോകുമ്പോ കൊണ്ടുപോകാനാണ്. ഇതെന്ത് സംഭവം അറിയാ? ഗിഫ്റ്റ്. ഓ അതാ അങ്ങനെ എങ്ങനെയാണ് മാവേലി മറ്റൊരു കണ്ട ശരിയാവൂല. ഓരോന്നായിട്ട് മൂന്നാം സ്ഥാനം തുറന്നു നോക്കട്ടെ. നീ അല്ലേടാ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചു കൊടുത്തത്. നമുക്ക് വേണ്ട. പക്ഷെ ഇത് സ്വർണ്ണ കട്ടിയല്ല, ഇത് സ്വർണ്ണ ഷട്ടി. എന്റെ മാവേലി ഇതില്ലാതെയാണ് ആ മാലയൊക്കെ ഇട്ട് അവിടെ നിൽക്കുന്നത്. മുകളിലെ ആടെ ആഭരണം, താഴെ ആടാഭരണം. ആവശ്യമുള്ള ആഭരണം ഇട്ടിട്ടില്ലല്ലോ. എന്തുവാ ചെരുപ്പായിരിക്കും. യോയോ ചെരുപ്പ്. പെമ്പിള്ളേരെല്ലാം കണ്ണു കുത്തിക്കോ. അവര് നോക്കിട്ട് പറയാം. വീട്ടിലിടാൻ മനോഹരമായ ഇതും കൂടെ അതോടെ തുറക്ക്. നോക്കല്ലേ ബാക്കി അല്ല മാവേലി അവിടെ മഴ പെയ്യാണ്ട് പാതാളത്തിലോ? എപ്പോഴും ഇത് പിടിച്ച് നടക്കാൻ പറ്റില്ല. ഒരു വീട്ടില് നിൽക്കുമ്പോ അല്ലല്ല വെയിറ്റ് കൂടിയിട്ട് എല്ലാവരും കൊടുക്കാം മാവേലിക്ക് കാഴ്ച. എന്റെ പ്രജകള് മാവേലി ഇത് രണ്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് കണ്ടിപ്പാ ഇടണം കേട്ടോ. പ്രത്യേകിച്ച് മാലയൊക്കെ ഇടുമ്പോഴേ അങ്ങനെ മാവേലിയുടെ കാണാതെ പോയ ഐറ്റംസ് കണ്ടുപിടിച്ച വിജയാമൃതത്തിന് അപ്പഴേ ആ കിഴി ഇങ്ങോട്ട് തരിക. ഇവിടെ കിഴി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ കുത്തി വെച്ചേക്ക്. അവിടെ കൊടുത്തോളൂ. ഫിനാൻസ് മാനേജർ അതാണ്. കഥയുടെ കാര്യം മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. എണ്ണം കുറഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. സെറ്റപ്പുകളൊന്നും ആവശ്യമില്ലാത്തൊരു ഗെയിമാണ് നമ്മുടെ അടുത്ത ഗെയിം. അതെ, നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങി കിടക്കുന്ന കലാകാരനെ പുറത്തു കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുകയാണ്. മാത്രമല്ല ഓണത്തിന് ഈ ഒരു പരിപാടി ഇല്ലാതെ ഓണാഘോഷങ്ങൾ പൂർത്തിയാവില്ല. സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തിരുവാതിര കളിക്കാൻ അറിയാലോ അല്ലേ എല്ലാവർക്കും. സാധാരണ ഇത് നമ്മൾ സ്ത്രീകൾ മാത്രമാണ് ചെയ്യാറ്. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല ഗൈസ്. ഇവിടെ ജെൻഡർ ഇക്വാലിറ്റി ആണ്. എല്ലാവരും ഒന്നിച്ച് തിരുവാതിര കളിക്കുന്നത്. ഓ ടീമായിട്ടാണ് കേട്ടോ. പക്ഷെ തിരുവാതിര കളിക്കുന്ന പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അറബിക്കുത്തായിരിക്കും. ആ പാട്ടായിരിക്കും കിട്ടുന്നത്. ആ പാട്ടിൽ നിങ്ങൾ തിരുവാതിര കളിക്കണം. മാത്രമല്ല ഞങ്ങളുടെ ഇടയ്ക്ക് അതിനെ സ്വിച്ച് ചെയ്യും. അതായത് ഞങ്ങൾ കമാൻഡ് ചെയ്യും തിരുവാതിര വേണോ വെസ്റ്റേൺ വേണോ എന്നുള്ളത്. നർത്തകന് കാര്യം മനസ്സിലായില്ല എന്ന് പറഞ്ഞത് കൊണ്ട് തൽക്കാലം നമുക്ക് ഈ നർത്തകനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. മ്യൂസിക് പ്ലീസ്. മ്യൂസിക് പ്ലീസ്. സിനിമാറ്റിക്. തിരുവാതിര. ഓക്കെ, താങ്ക് യു. വെരി ഗുഡ് ബേബി.
ഇത് തോപ്പിക്കാൻ എനിക്ക് പറ്റില്ല. അതെ സാധാരണ സംഭവിക്കുന്ന പോലെ ഓരോരുത്തരായിട്ടല്ല കേട്ടോ, നിങ്ങൾ എല്ലാവരും ഒരുമിച്ചായത് കളിക്കേണ്ടത്. അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നിങ്ങളുടെ ഇൻഡിപെൻഡന്റ് പെർഫോമൻസും ഞങ്ങൾ മാർക്കിടാൻ ഉപയോഗിക്കുന്നതായിരിക്കും. അതെ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ജോൺ ചേട്ടൻ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ടീം അവരായിരിക്കും ജയിക്കുന്നത്. അപ്പൊ വിജയ് അങ്ങനെയുണ്ട്. ഓക്കേ, റെഡി? മത്സരം ആരംഭിക്കുകയാണ്. ഓക്കെ, മ്യൂസിക് പ്ലീസ്. വെസ്റ്റേൺ വെസ്റ്റേൺ തിരുവാതിര തിരുവാതിര സിനിമാറ്റിക് സിനിമാറ്റിക് തിരുവാതിര. തിരുവാതിരയത് തിരുവാതിരയാണ് തിരുവാതിരയാണ്. ആ വെസ്റ്റേൺ. തിരുവാതിര. കഴിഞ്ഞിരിക്കുന്നു. സൂപ്പർ. ഓ, വളരെ മനോഹരമായ പെർഫോമൻസ് ആയിരുന്നു. എല്ലാവരും വളരെ മനോഹരമായി കളിച്ചു. ഭാവേനെ, നിസ്സംശയം നമുക്ക് പറയാമല്ലോ ആരാണ് വിജയിച്ചിരിക്കുന്നതെന്ന്. അങ്ങനെ ഈ മത്സരത്തിൽ ഡാൻസ് വരുമ്പോൾ ഞാൻ ഒരിക്കലും തോറ്റു കൊടുക്കില്ല എന്ന് വീണ്ടും തെളിച്ചിരിക്കുകയാണ് ജോൺ ആൻഡ് റൂബി. ഇനി കൊടുക്കണേ. തിരിച്ചു പിടിക്കാൻ ഒരു റൗണ്ട് കൂടെ ബാക്കിയുണ്ട്. ഇനി ഒരു റൗണ്ട് തോറ്റ ജിഷിനെയും കുടുംബത്തിനെയും പാപ്പരാസിയായിട്ട് പ്രഖ്യാപിക്കുന്നതായിരിക്കും. പാവടാ, നമുക്ക് സദ്യ കൊടുത്ത് പറഞ്ഞു വിടാവരെ. അവനവൻ ഇരിക്കേണ്ടടുത്ത് ഇരുന്നില്ലെങ്കിൽ അവിടെ എന്ന് മനസ്സിലായല്ലോ. നീ ഗെയിം കാണിക്കടാ. നീ വെല്ലുവിളിയാണോ? ഇനി ഒരു ഗെയിം കൂടെ ബാക്കിയുള്ളൂ. അടുത്ത ഗെയിമില് ജയിച്ചു കഴിഞ്ഞാല് എല്ലാ സ്വർണവും ആ ജയിക്കുന്നവർക്ക് കൊടുക്കും. നീ അടുത്ത മത്സരത്തിൽ ജയിച്ച നിങ്ങൾ സാക്ഷി നിർത്തി ഞാൻ പറയുക. എന്തുവാണ്? നീ അടുത്ത മത്സരത്തിൽ ജയിച്ച നിനക്ക് നഷ്ടപ്പെട്ട എല്ലാ കിഴികളും ഞങ്ങൾ തിരിച്ചു വന്നു. നിനക്ക് നഷ്ടപ്പെട്ടത്? അതെ അതെ. ആ കൈ പോലും കൊടുക്കാൻ സമ്മതിക്കൂല. നമ്മൾ ഓണമാണ്, ഓണക്കളികളാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ നമ്മൾ ഓണത്തെ കുറിച്ച് സംസാരിക്കാതെ പോയാൽ ശരിയാവില്ലല്ലോ അല്ലേ? ഇല്ല. അപ്പൊ വിജയ് തുടങ്ങാം അല്ലേ? വിജയ് ആളിയാ, നിന്റെ ഓണം എന്താണ്? വീട്ടിലെക്കാട്ടി എനിക്ക് പുറത്ത് ഓർമ്മകളാണ് കൂടുതലുള്ളത്. നമ്മൾ ആ വെള്ളയമ്പലം തൊട്ട് ഇവിടെ പാളയം വരെ ലൈറ്റ് ഇട്ട് നമ്മൾ ഇപ്പോഴും, അതായത് ഒരു 10-25 വർഷമായിട്ട് വായി നോക്കാൻ സ്ഥിരം ഇപ്പോഴും അവിടെ പോകുന്നു, ഒരു മാറ്റവും ഇല്ലാതെ. ഞാൻ ഉണ്ടല്ലോ പോടാ, കൂട്ടുപിടിക്കരുത്. കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നു. അമൃതയുടെ ഓണം എങ്ങനെയാണ്? പ്രാവശ്യം അങ്ങനെ വലിയ ഓണമൊന്നുമില്ല. എന്റെ അനിയൻ ജർമ്മനിലോട്ട് പോയി. പിന്നെ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. പിന്നെ വലിയൊരു സന്തോഷം, ഞാൻ എന്റെ കഷ്ടപ്പാടിൽ ഒരു വീട് വെക്കുന്നുണ്ട്. ആ ഒരു പാല് കഴിച്ച് അതൊക്കെ ആയിട്ട് നമ്മൾ അതിന്റെ പുറകിലാണ്. ഒന്നൊന്നര ഓണം. ശരിക്കും ഓണം അപ്പൊ അമൃതയ്ക്കാണ്. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. അടുത്ത ആള് പറയും. ഒരു കാര്യം പറയാം, നമ്മുടെ സൂര്യ കുടുംബത്തിൽ വന്നിട്ട് ഇത് 4ാമത്തെ ഓണാണ്. അത് ഭയങ്കര സ്പെഷ്യലാണ്. എന്റെ ഈ പ്രാവശ്യത്തെ ഓണം അമൃതയുടെ വീട്ടിൽ കൊണ്ട് ഹൗസ് വാമിങ്ങിലാണ്. നല്ല ഒരു മന്ത്രവാദിയെ ബുക്ക് ചെയ്ത് വെച്ചോ. ഈ ബാധ അങ്ങനെ ഒന്നും ഒഴിഞ്ഞു പോകില്ല. പുതിയ വീട്ടിൽ കെട്ടിത്തൂക്കാനുള്ള സാധനമില്ല, അത് വേണ്ട. അങ്ങനെ തന്നെ വരണം. അല്ലെങ്കിൽ ശരിക്കുള്ള ഓണം പറയാ. അമൃതയുടെ വീട്ടിൽ പോയി നീ അലമ്പി എന്നിട്ട് നമ്മൾ സാധാരണ ഏതെങ്കിലും ലൊക്കേഷനിലോ ഒക്കെ ആയിരിക്കും നമ്മൾ സാധാരണ ഓണം കഴിക്കാറ്. ഇപ്രാവശ്യത്തെ ഓണത്തിന് ഞാൻ മിക്കവാറും അമ്മയുടെ കൂടെ ആയിരിക്കാനാണ് സാധ്യത. ഓക്കെ, അമ്മയുടെ കൂടെ ഓണം ഒക്കെ സദ്യയൊക്കെ ഉണ്ട്. അമ്മയുടെ കയ്യിൽ നിന്നുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നടക്കട്ടെ അല്ലേ? റൂബിയുടെ ഓണം എങ്ങനെയാണ് റൂബി? സാധാരണ ഞാൻ സീരിയലിൽ വന്നതിന് ശേഷം സീരിയൽ ലൊക്കേഷനിലാണ് ആഘോഷിക്കാറ്. അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് സൂര്യന്നാണ്, കൊച്ചു ടി വിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അവരുടെ കൂടെ അതെ, അന്ന് ആങ്കർ ആയിട്ടാ സ്റ്റാർട്ട് ചെയ്തത്. നല്ല പ്രായമുണ്ട്. എക്സ്പ്രഷൻ അന്ന് കൊറേ നാള് ഈ പറഞ്ഞ പോലെ ഓണം ഷോസും പ്രോഗ്രാംസും ഒക്കെ ആയിട്ട് നടന്ന് ഇവരെല്ലാവരും കൂടെ എൻജോയ് ചെയ്തിട്ടുണ്ട്. സീരിയലിൽ പോയതിനു ശേഷം ഇപ്പോഴാണ് പിന്നീട് കുറെ നാൾക്ക് ശേഷം ഞാൻ വരുന്നത്. അപ്പം ബാക്ക് ടു എന്റെ ഫാമിലിനെ കണ്ടതാണ് ഏറ്റവും വലിയ സന്തോഷം. അതാണ് ഈ പ്രാവശ്യത്തെ ഓണം സന്തോഷം.
റൂബിയുടെ ഒരു കാര്യം എടുത്ത് പറഞ്ഞേ പറ്റൂട്ടാ. നമ്മുടെ സൂര്യ TV ചരിത്രത്തിലെ ഏറ്റവും കൊടും ഭീകരിയായിട്ടുള്ള ഒരു വില്ലത്തിയാണ് വില്ലത്തി. റൂബി. ആക്ച്വലി അവളുടെ മുഖത്ത് എന്താ എവിടേക്കോ ഒരു വില്ലത്തരം ഉണ്ട്. ഓക്കെ, അടിപൊളി. ജോൺ ചേട്ടാ, ജോണിന്റെ കാര്യം എന്ത് പറയാൻ വേണ്ടി വല്ല സ്റ്റേജിലൊക്കെ ഡാൻസ് കളിച്ച് നടക്കുന്നുണ്ടോ? വേറെന്തോ അല്ല, പ്രോഗ്രാം ആയിരുന്നു മുമ്പ്. ഇപ്പൊ കഴിഞ്ഞ വർഷം മൂലം സൂര്യ TV ഫാമിലിയുടെ ഭാഗമാണ്. Okay. ഷൂട്ടുണ്ടായിരുന്നു. അപ്പൊ തിരുവോണത്തിനന്ന്? അതിന് ആ 2 ദിവസം മാത്രം ഗ്യാപ്പ് ഉണ്ടാവും. ആ. ട്രിവാൻഡ്രംകാരനായതുകൊണ്ട് വിജയ് പറഞ്ഞ പോലെ തന്നെ നോക്കാൻ. അല്ല, ശരിക്കും വെള്ളയമ്പലം കവടിയാർ ആ ഭാഗം ഉണ്ടല്ലോ, അത് ശരിക്കും ഞങ്ങളുടെ ഒരു വികാരമാണ്. കാരണം ഓണാഘോഷവും ഇതും ലൈറ്റ് ഇടലും ജയിന്റ് വീലും ഈ സംഭവങ്ങളൊക്കെ ശരിക്കും അത് കാണാൻ പോകുന്നത് ഇത്രയും വർഷമായിട്ടുള്ള ഒരു നമ്മൾ ഇത്തവണ വെള്ളയമ്പലം ഞാൻ വരും. പിന്നെ ട്രിവാൻഡ്രം. ട്രിവാൻഡ്രം ആര്യ is also from പാൽക്കുരങ്ങര ജംഗ്ഷൻ. ജംഗ്ഷനിലെ താങ്ക് യു ലൈൻ. അളിയാ, ഇനി നമ്മുടെ കഴിഞ്ഞ വർഷം വരെ സിബിൻ ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ. അതെ 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 ചേട്ടാ, ഈ വർഷം ഞാനുണ്ട്. തിരുവോണത്തിന് നമുക്ക് ഒരു പരിപാടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പൊയ്ക്കോളും. നമ്മള് വരും. ഇവൻ വരും, കൂടെ ഞാനും കാണാം, ഞങ്ങളുടെ കൊച്ചും കാണാം. കേട്ടാ, വെള്ളയമ്പലം വരെ ഇവർക്കൊരു വികാരമാണ്. ബാക്കിയുള്ളവർക്ക് ഇവർ രണ്ടും ഒരു പൊതുശല്യമാണ്. നമുക്കൊരു കാര്യം, ഇവരുടെ രണ്ടുപേരുടെ ഓണം കൂടെ ചോദിക്കണം. എങ്ങനെയാ? ഞങ്ങളുടെ രണ്ടുപേരുടെ ഓണം എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യൽ ആണ്, പറയൂ. കല്യാണം കഴിഞ്ഞ ആദ്യത്തെ yes, ഓണം yes. അത് തന്നെയാണ്. ആൻഡ് യെസ്, ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ ഓണം സൂര്യ ടിവിന്റെ കൂടെയാണ്, അതും ഒരുമിച്ച്. അതെ, അതായത് ആദ്യം സൂര്യ ടിവിയിൽ ഞാൻ വന്നു. പിന്നെ ഞാൻ ഒരു കയർ അവളുടെ ഇടുപ്പിൽ കിട്ടി ഇങ്ങ് വലിച്ച് പൊക്കിയെടുത്ത് ഇപ്പുറത്തിട്ട് ഇപ്പൊ ഫൺ ബേബി ഫണ്ണായിട്ട് അവൾ ഇവിടെ ഉണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഓണവും സൂര്യ ടിവിയുടെ ഒപ്പമാണ്. അപ്പൊ ചിരിയും സൂര്യ ടിവിയുടെ ഒപ്പം, ഓണം സൂര്യ ടിവിയുടെ ഒപ്പം. ഒരാളുടെ കാര്യം ചോദിക്കാൻ പറഞ്ഞു. ചോദിക്കളിയാ? മാവേലിയുടെ ഓണം എങ്ങനെയാണ്? എന്നെ സൂര്യ ടി വിക്കാർ ക്ഷണിച്ചേക്കണേ. അതുകൊണ്ട് സൂര്യ ടിവിയോട് പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു. നിനക്ക് ജയിക്കാനുള്ള അവസാനത്തെ അവസരം. ജയിച്ചിരിക്കും. ഇനി ഫിനാലെ മത്സരത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഓക്കെ, റെഡിയല്ലേ വിജയ്? ഓൾറെഡി വിജയ് 2 മത്സരം ജയിച്ച് ലീഡ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ മൂന്നാമത്തെ ജോൺ ചേട്ടൻ ജയിച്ചിട്ടുണ്ട്. ഇനി 4ാമത്തെ ജിഷിന് ജയിക്കാൻ താല്പര്യമുണ്ട്. ജിഷിന് ജയിക്കാൻ താല്പര്യമുണ്ട്. അപ്പൊ നമുക്ക് 4ാമത്തെ ഗെയിമിലേക്ക് പോയാലോ? ഇത് കണ്ടിട്ട് ലെമൺ സ്പൂൺ, വെരി കറക്റ്റ്. ലെമൺ ആൻഡ് സ്പൂൺ റൈസ്, അതറിയാലോ, നമ്മൾ സ്ഥിരമായിട്ട് ഓണത്തിന് കളിക്കുന്ന കളിയാണ്. പക്ഷെ ഇപ്രാവശ്യത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുമല്ലോ. ഇത് റിലേ ആണ്. അവിടെ ഒരു പാർട്ണർ വെയിറ്റ് ചെയ്യും, ഇവിടെ നിന്ന് ഒരു പാർട്ണർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ലെമൺ റൈസ് ചെയ്യുന്ന പോലെ ചെയ്യുന്നു. സ്പൂൺ ഇവിടെ എത്തുന്നു. എന്നിട്ട് അവിടെ എത്തുമ്പോഴേക്കും നമ്മൾ നമ്മുടെ തൊട്ടടുത്ത ആളിലേക്ക് സ്പൂണിലേക്ക് ഇത് പാസ് ചെയ്യണം. കൈയൊന്നും തൊടാൻ പാടില്ല. സ്പൂണും കൊണ്ട് തന്നെ സ്പൂൺ പാസിംഗ്. യാ, അത് പറഞ്ഞപ്പോ അവനൊരു ചിരി. സ്പൂൺ ഉണ്ടടേ ഇതിന്റെ ഇടയില്. അപ്പോ തിരിച്ച് ഇവിടെ കൊണ്ട് ഫില്ല് ചെയ്യണം. ഒരു സമയത്ത് ഒരു ടീം ആയിരിക്കും കളിക്കുന്നത്. വീണ് പോയാൽ നമ്മൾ വീണ്ടും തിരിച്ചു വരണം. പിന്നെ ഒരു ചെറിയ കാര്യം കൂടി ഓർമ്മിപ്പിക്കാനുണ്ട്. നിങ്ങൾ വയ്ക്കുന്ന ഓരോ ചുവടും അത് ഞങ്ങൾ തീരുമാനിക്കും. മനസ്സിലായോ? ഇവിടെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഈ ഫുട് പ്രിന്റ്സ് ഉള്ളതിൽ മാത്രമേ നിങ്ങൾ ചുവടുകൾ വെക്കാൻ പാടുള്ളൂ. ഈ ഫുട് പ്രിന്റിന്റെ വെളിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഔട്ട്. വീണ്ടും റീസ്റ്റാർട്ട്. 90 സെക്കൻഡ്സിൽ മാക്സിമം നാരങ്ങ അതിനുള്ളിൽ എത്തിക്കുക എന്നുള്ളതാണ്. ആദ്യം ആരാണ് മത്സരിക്കാൻ പോകുന്നത്? അല്ല, അപ്പൊ ജോൺ ചേട്ടനാണ് കഴിഞ്ഞ മത്സരം ജയിച്ചത്. അപ്പൊ ജോൺ ചേട്ടൻ ടീം തന്നെ സ്റ്റാർട്ട്. ജോൺ ചേട്ടൻ റൂബി കൈയടിച്ച് പാസ്സാക്കാം. റെഡിയല്ലേ? അപ്പൊ നന്നായിട്ട് കൈയടിച്ചു നിങ്ങൾ, നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഫുട് പ്രിന്റിൽ മാത്രം. ഓ റൂബി, അമേസിംഗ് റൂബി. പച്ച സിമ്പിളായിട്ട് ചെയ്യാം, സിമ്പിളായിട്ട് ചെയ്യാം. പോയിക്കോളൂ. തിരിച്ചോ, അടുത്തെടുത്തോ, അടുത്തെടുക്കുക. പോവാ. അല്ലാതെ വെക്കോ. സ്പൂൺ കൊണ്ട് ലെമൺ കൊണ്ട് പോകുമ്പോഴേ നമ്മൾ സൂപ്പർ പറക്കുന്ന റൂബി. സ്പീഡൊക്കെ കൂടി ജോൺ ചേട്ടാ. ഇട്ടോളോ. കൈ അടിച്ചോ. കൈ അടിപൊളി. ഓക്കെ, സൂപ്പർ. ഫുട് പ്രിന്റ് പോട്ടെ റൂബി. ഫുട് പ്രിന്റ് റൂബി, അടിപൊളി റൂബി. റൂബി അമേസിംഗ് റൂബി. റൂബി ഒറ്റയ്ക്കാണെങ്കിൽ മിക്കവാറും എല്ലാം ഇട്ടാൻ കേട്ടോ. സത്യം.
Yes, John Jetta. Come on, John Jetta, you can do it. Amazing, John Jetta. കാലത്തിന് അടിപൊളി, സൂപ്പർ. ഓക്കെ, 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. അടിപൊളി. എന്റെ അമ്മ, അങ്ങനെ ജോൺ ചേട്ടന്റെ കോപ്പയിൽ കിടക്കുന്നു 2 നാരങ്ങ. ഡിണ്ടിമത്തായി 2 നാരങ്ങ. അപ്പം രണ്ടാമത് ആരാണ് മത്സരിക്കാൻ പോകുന്നത്? അല്ല, ജിഷിൻ ഇതുവരെയും മത്സരിച്ച് വിജയിച്ചിട്ടില്ലല്ലോ. അപ്പൊ ജിഷിനാണ് നമ്മൾ നേരത്തെ ഒരു ലോട്ടറി കൊടുത്തിട്ടുണ്ട്. ജിഷിൻ ഈ മത്സരം എങ്ങാനും ജയിച്ചാ സ്വർണ്ണക്കിഴി മൊത്തം ജിഷിന്റെ അടുത്ത് പോകുന്നു ഞാൻ ബെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. നഷ്ടപ്പെട്ടത് മാത്രം. അത് തിരിച്ചു കൊടുക്കാന്ന് ഞാൻ പറഞ്ഞിരുന്നേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ജിഷിന്റെ നമുക്ക് സസ്പെൻസ് ആയിട്ട് വെക്കാം. ഇപ്പൊ നിങ്ങൾ കയറിയാ 2 ഒരെണ്ണം അവിടെ കൊടുത്തോളൂ. ആരാണ്? ഒരാള് വിജയ് ഇവിടെ. റെഡി അല്ലേ അളിയ? റെഡി. അടിച്ചു കയറുവാടം പൊന്നോമന് മുത്തേ. Your time starts now. വെച്ച് 2 കാല് വെക്കാം. റൂബി വെച്ചായിരുന്നു ആദ്യം. പിന്നെ ഓക്കെ, വെരി ഗുഡ്. അടിപൊളി, സൂപ്പർ. അമൃതയ്ക്ക് എന്തൊക്കെ ചെയ്യണം? ഒരു കൈ കൊണ്ട് എന്റെ അമ്മ സാരമില്ല അമൃത, സാരമില്ല. ആ പാവാടയുടെ ബാലൻസ് നാല് അല്ല, 4 വെച്ചാൽ അതെ. കുഴപ്പമില്ല, ഓരോക്കെ അല്ലേ, അതൊന്നും സാരില്ല. നോട്ട് ചെയ്യുന്നുണ്ട് ചേട്ടാ. അടിപൊളി, വെരി ഗുഡ്. നീ ആദ്യം വെച്ചിട്ട് ബോഡി അങ്ങോട്ട് അവിടെ കിടന്ന് കൊള. അത് പോയി. ഓക്കെ, അവന് 1.5 ഇഞ്ച് കാലാണ്. എന്ത് പറ്റി രമണ? വെരി ഗുഡ്, അടിപൊളി. മുണ്ടിലിട്ടിട്ട് പോ. പതുക്കെ ചെയ്യാവുള്ളൂ, ടെൻഷൻ അടിക്കരുത്. പതുക്കെ ഇരിക്കും. 5, 4, 3, 2, 1, 0. ഓക്കെ, മത്സരം അവസാനിച്ചിരിക്കുന്നു. പക്ഷെ ഇതിലൊരു പ്രശ്നമുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് അയ്യോ, അമൃതയുടെ കാല് മുഴുവൻ വെളിയിലായിരുന്നു. അമൃത അത് എന്റെ കുഞ്ഞുകാലായതുകൊണ്ട്. കുഞ്ഞുകാലാണെങ്കിൽ അകത്തല്ലേ ഇരിക്കേണ്ടത്, പുറത്ത് പോകാൻ പാടില്ലല്ലോ. വിജയ് അളിയ 3 പുറത്തായിരുന്നു. അങ്ങനെ പ്രിയപ്പെട്ട മലയാളി പ്രേക്ഷകരെ, നമ്മളെല്ലാവരും നിങ്ങൾ ഉൾപ്പെടെ ശ്വാസമടക്കി കാത്തിരുന്ന നിമിഷത്തിലേക്ക് നമുക്ക് കടക്കാൻ പോവുകയാണ്. ഇതിലെങ്കിലും നീ ജയിക്കണം. നമ്മൾ ജയിച്ചിരിക്കും. നിന്റെ സ്പോട്ട്. Your time starts. എന്റെ ജിഷിനെ നമ്മള് പണ്ട് ഒരുമിച്ച് വർക്ക് അതെവിടെ എങ്ങനെ? അടുത്തതായി ജിഷിന്റെ ഡാൻസ് ആണ്. കടുത്ത് ധരിക്കോടാ പാവം. എടാ, അത് ചരിഞ്ഞ് താഴെ വീഴുള്ളോടാ. ഫോണ് നേരെ പിടിക്കടാ. നീ ഇത് വെച്ചോ, തോറ്റയുടെ ക്ഷീണം മാറും. അവന്റെ ശ്രദ്ധ മത്സരത്തിലല്ല, ഞാനേ കണ്ടുള്ളൂ. വെരി ഗുഡ്. നമുക്ക് പാലോട് പോയി പായസം കുടിക്കാം. അടിപൊളി. ഒരെണ്ണം ഇത് ഓക്കെയാണ്, ഇത് സെറ്റ് ആണ്. അതെവിടത്തെ നിയമം? കുട്ടി പേടിക്കണ്ട, ജിഷിനൊന്നും ചെയ്യില്ല. നാരങ്ങയല്ല, നാരങ്ങയാണ്, മത്തങ്ങയല്ല. ഇനി ജിഷിൻ. കോൺഫിഡൻസ് കൊണ്ട് നടക്കുന്നവന് അടിപൊളി മച്ചാ, അടിപൊളി. ഒന്ന് പറയാൻ പറ്റൂ. ഏതാണ്ടോ അതെ അതെ, ഇതെങ്ങാണ്ട് ഇതിൽ ഒളിമ്പിക്സിൽ പോയ കൊച്ചാണെന്ന് ജസ്റ്റ് മിസ്സാണേ. 8, 7, 6, 5, 4, 3, 2, 1, 0. നീ ഇങ്ങോട്ട് വന്നില്ലേ? എടാ, മത്സരം കളിക്കാൻ വിട്ട മത്സരിക്കണം.
മനസ്സിലായ? നിന്റെ അടുത്ത് സ്പൂണിൽ നിന്ന് നാരങ്ങ വാങ്ങാനാണോ പറഞ്ഞേ? അപ്പൊ നിന്റെ നോട്ടം എവിടെയായിരിക്കണം? സ്പൂണിൽ. മനസ്സിലായോ? ഉള്ളി എടുക്കും ഞാൻ. ഇനി ഇങ്ങനെ ചെയ്യോ? ഇനി ഇങ്ങനെ ചെയ്യോ? അപ്പൊ നമുക്ക് രണ്ടും കൽപ്പിച്ചതേ വിന്നറിനെ പ്രഖ്യാപിക്കാല്ലോ അല്ലേ? അതെ. അപ്പൊ ഒന്നും നോക്കണ്ട, ഈ മത്സരത്തിൽ സ്പൂൺ റൈസിൽ വിജയകരമായി ജയിച്ചിരിക്കുന്നു ജോൺ ചേട്ടൻ ആൻഡ് റൂബി. ആ കിഴിങ്ങ് തരൂ. നിന്റെ പോക്കറ്റടി സ്വഭാവം നീ വിട്ടിട്ടില്ലല്ലേ? ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അല്ല, ഒന്ന് വീട്ടിൽ പോയി വണ്ടിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കാണിച്ചാൽ അതെ. കോയി മിൽക്ക് കണ്ടിട്ടില്ലേ? ജാതു ജാതു അതെ.